നമസ്കാരം. വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. यात्रा के बाद से भारत और अमेरिका एक संतुलित और पारस्परिक रूप से लाभकारी द्विपक्षीय व्यापार समझौते का ഇന്ത്യ US വ്യാപാര കരാർ വികസിത ഭാരതത്തിലേക്കുള്ള നിർണായക ചുവടുവെപ്പെന്ന് വാണിജ്യമന്ത്രി. കൃഷി ക്ഷീരമേഖലകൾ സംരക്ഷിച്ചുവെന്നും ചില മേഖലകളിൽ അമേരിക്കയേക്കാൾ നേട്ടം ഇന്ത്യക്കെന്നും ലോക്സഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി പീയൂഷ് ഗോയൽ. 140 കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ പ്രധാനം. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് എണ്ണ ഉറപ്പാക്കുമെന്നും മന്ത്രി. PM കോംപ്രമൈസ്ഡ് പോസ്റ്ററുകളുമായി പ്രതിപക്ഷം. നരവനെയുടെ പുസ്തകവുമായി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ. കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന കേന്ദ്ര നിലപാട് സംസ്ഥാനത്തോടുള്ള പ്രതികാര നടപടിയെന്ന വിമർശനം. സ്പീക്കറുടെ ഡയസിലേക്ക് അതിക്രമിച്ചു കയറിയതുൾപ്പെടെയുള്ള പ്രതിപക്ഷ നടപടികളെ അപലപിച്ചും പ്രമേയം. സഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ശബരിമല വിഷയത്തിൽ ഇന്നും കൊമ്പുകോർത്ത് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ. SNC ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടപ്പോൾ അന്നുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് ബാലിയെ നാട് കടത്തണം എന്ന് പറഞ്ഞ് ബാലി കോലി എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് സമരം സംഘടിപ്പിച്ച ആളാണ് ഈ പാർലമെന്ററി കാര്യമന്ത്രി. എറണാകുളത്ത് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ജനതാല്പര്യമല്ല, ഞാൻ വികാരത്തിനകത്ത് അടിപ്പെട്ട് കിടന്ന് നിരവധി അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറിയുമ്പോ എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ SIT അന്വേഷണം ശരിയായ ദിശയിലെന്ന് ഹൈക്കോടതി. അതിസങ്കീർണമായ കേസായതിനാൽ കുറ്റപത്രം വൈകുന്നതിൽ ആശങ്ക വേണ്ടെന്നും കോടതി. കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജിയിൽ വിധി നാളെ. NSS SNDP ഐക്യം അടഞ്ഞ അധ്യായമെന്ന് G സുകുമാരൻ നായർ. തീരുമാനം NSS ഡയറക്ടർ ബോർഡിന്റേതെന്നും വിശദീകരണം. ഐക്യത്തിനായുള്ള നീക്കം തുടരുമെന്ന തുഷാർ വെള്ളാപ്പള്ളിയുടെ വാക്കുകളോട് പ്രതികരിക്കാനില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചു. വിജ്ഞാപനമിറക്കി കേന്ദ്ര സർക്കാർ. പുതിയ സർക്കാർ രൂപീകരണം ഉടൻ. യുംനം ഖേംചന്ദ് മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞ ഇന്ന്. SIR-നെതിരായ ഹർജിയിൽ സുപ്രീം കോടതിയിൽ നേരിട്ട് വാദിച്ചു മമതാ ബാനർജി. 4.5 പതിറ്റാണ്ടിന് ശേഷം വക്കീൽ കുപ്പായമണിഞ്ഞത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ. അണ്ടർ-19 ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യക്ക് 311 റൺസ് വിജയലക്ഷ്യം. T20 ലോകകപ്പിന് മുന്നോടിയായുള്ള പ്രദർശന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലാൻഡിനെ നേരിടും. മത്സരം DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ 7 മണി മുതൽ. വനിതാ പ്രീമിയർ ലീഗ് ഫൈനലിൽ നാളെ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. ഇന്ത്യ US വ്യാപാര കരാറിൽ ലോക്സഭയിൽ പ്രസ്താവന നടത്തി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. 2 ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രധാന കരാറാണിതെന്ന് മന്ത്രി പറഞ്ഞു. തുടർച്ചയായ ചർച്ചകൾ ഫലം കണ്ടു. കർഷകരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും കൃഷി ക്ഷീരമേഖലകൾ സംരക്ഷിച്ചുവെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. ചില മേഖലകളിൽ അമേരിക്കയേക്കാൾ നേട്ടം ഇന്ത്യക്കാണ്. വലിയ തൊഴിലവസരങ്ങളാണ് തുറന്നിടുന്നത്. വികസിത ഭാരതത്തിലേക്കുള്ള നിർണായക ചുവടുവെപ്പാണ് ഇതെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. भारतीय पक्ष अपने संवेदनशील क्षेत्रों विशेषकर कृषि और दुग्ध क्षेत्रों के हितों की रक्षा सुनिश्चित करने में सफल रहा है. अमेरिकी पक्ष के भी कुछ ऐसे क्षेत्र थे जो उनके दृष्टिकोण से संवेदनशील थे. लगभग 1 वर्ष तक चले कई दौर के विचार विमर्श के बाद दोनों वार्ताकार दल द्विपक्षीय व्यापार समझौते के कई क्षेत्रों को अंतिम रूप देने में सफल रहे. US-ൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൂട്ടുമെന്നും മന്ത്രി സൂചിപ്പിച്ചു. 140 കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷയാണ് പ്രധാന ലക്ഷ്യം. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് എണ്ണ ഉറപ്പാക്കും. കരാറിന് അന്തിമ രൂപം നൽകാൻ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. കനത്ത പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് മന്ത്രി പ്രസ്താവന നടത്തിയത്. മോദി ട്രംപിന് കീഴടങ്ങിയെന്ന് പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കി. PM കോംപ്രമൈസ്ഡ് പോസ്റ്ററുകളുമായാണ് പ്രതിഷേധം നടത്തിയത്. നടുത്തളത്തിലിറങ്ങിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം.
ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉടൻ പ്രാബല്യത്തിലെന്നും മേക്ക് ഇൻ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്നും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ 3 ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി വാഷിംഗ്ടണിലെത്തി US സ്റ്റേറ്റ് സെക്രട്ടറി, ട്രഷറി സെക്രട്ടറി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. അന്താരാഷ്ട്ര ക്രിട്ടിക്കൽ മിനറൽസ് ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ US വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുന്നതിനിടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. വാഷിംഗ്ടണിൽ നടക്കുന്ന നിർണായക ധാതുമന്ത്രിതല യോഗത്തിന് മുന്നോടിയായാണ് കൂടിക്കാഴ്ച. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും തന്ത്രപരമായ സഹകരണം ശക്തിപ്പെടുത്താനുമുള്ള വഴികൾ ചർച്ച ചെയ്തു. വാഷിംഗ്ടണിൽ നടക്കുന്ന അന്താരാഷ്ട്ര ക്രിട്ടിക്കൽ മിനറൽസ് ഉച്ചകോടിയിൽ ഇന്ത്യയടക്കം 50 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റുമായും എസ് ജയശങ്കർ ചർച്ചകൾ നടത്തിയിരുന്നു. ഇന്ത്യ US വ്യാപാര കരാറും സാമ്പത്തിക സഹകരണവുമായിരുന്നു ചർച്ചയിലെ പ്രധാന വിഷയങ്ങൾ. ഉഭയകക്ഷി സഹകരണം, പ്രാദേശിക ആഗോള പ്രശ്നങ്ങൾ എന്നിവയും ചർച്ചയായി. വ്യാപാരം, ഊർജ്ജം, ആണവ പ്രതിരോധം, നിർണായക ധാതുക്കൾ, സാങ്കേതികവിദ്യ എന്നിവയിലും ചർച്ച ചെയ്യപ്പെട്ടുവെന്നും ജയശങ്കർ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളുടെയും താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇൻഡോ പസഫിക് സഹകരണം മെച്ചപ്പെടുത്തുവാനും കൂടിക്കാഴ്ചയിൽ തീരുമാനിച്ചു. ക്വാഡ് വഴി ഉഭയകക്ഷി ബഹുമുഖ സഹകരണം വികസിപ്പിക്കാനുള്ള പ്രതിബദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇരുവരും കൂടിക്കാഴ്ച അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നടന്ന ചർച്ചകൾക്ക് പിന്നാലെ ഇന്ത്യ US വ്യാപാര കരാർ നിലവിൽ വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം. കരാർ പ്രകാരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ 25% നിന്ന് 18% കുറയ്ക്കാൻ വാഷിംഗ്ടൺ സമ്മതിച്ചിട്ടുണ്ട്. ഇത് ഉടനടി പ്രാബല്യത്തിൽ വരും. പ്രഖ്യാപനത്തിന് പിന്നാലെ എസ് ജയശങ്കർ വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്തിരുന്നു. ഈ കരാർ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുമെന്നും നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്നും ഇന്ത്യയുടെ പ്രധാന സംരംഭമായ മേക്ക് ഇൻ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മുൻ കരസേനാ മേധാവി MM നരവനെയുടെ പുസ്തകവുമായിട്ടായിരുന്നു രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എത്തിയത്. ഇതാണ് നരവനെയുടെ പുസ്തകമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി പുസ്തകം ഉയർത്തിക്കാട്ടി. രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് പുസ്തകത്തിലുള്ളതെന്നും ഇക്കാര്യങ്ങൾ പാർലമെന്റിലല്ലാതെ മറ്റെവിടെയാണ് അവതരിപ്പിക്കേണ്ടതെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. कैलाश रिच पर चाइनीज टैंक्स आ गए हैं, हमारी टेरिटरी कैलाश रिच पर चाइनीज टैंक्स आ गए हैं. हमें क्या करना है? पहले राजनाथ सिंह जी ने उनको रिप्लाई नहीं किया. उन्होंने जयशंकर जी से पूछा, NSA से पूछा, राजनाथ सिंह जी से पूछा, कोई रिप्लाई नहीं. बुक ऊपर कर लीजिए. फिर उन्होंने राजनाथ सिंह जी ने कहा कि मैं टॉप से पूछता हूं. SIR വിഷയത്തിൽ നേരിട്ട് വാദിക്കാൻ സുപ്രീം കോടതിയിലെത്തി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് മമതയുടെ നിർണായക നീക്കം. മുഖ്യമന്ത്രി നേരിട്ട് ഹാജരായി ഉന്നയിച്ച പരാതികൾ ഗൗരവതരമാണെന്ന് നിരീക്ഷിച്ച കോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടി നോട്ടീസ് അയച്ചു. തന്റെ ഭാഗം വിശദീകരിക്കാൻ 5 മിനിറ്റ് സമയമാണ് മമതാ ബാനർജി സുപ്രീം കോടതിയോട് ചോദിച്ചത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് 15 മിനിറ്റ് സമയം അനുവദിച്ചു. തങ്ങളുടെ ഹർജി പാർട്ടിക്കു വേണ്ടിയല്ല ജനങ്ങൾക്കു വേണ്ടിയാണെന്ന് പറഞ്ഞ മമത ബംഗാളിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യം വെക്കുകയാണെന്നും പറഞ്ഞു. വോട്ടർമാരുടെ ബുദ്ധിമുട്ടുകളും വിവരിച്ചു. അടഞ്ഞ വാതിലുകൾക്ക് പിന്നിൽ നീതി കരയുകയാണ് എന്ന് മമത പറഞ്ഞു. എവിടെയും നീതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് താൻ സുപ്രീം കോടതിയെ സമീപിച്ചതെന്നും അവർ വാദിച്ചു. എല്ലാ പ്രശ്നങ്ങൾക്കും നിയമപരമായ പരിഹാരമുണ്ട് എന്ന് കോടതി ഉറപ്പു നൽകി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടി നോട്ടീസ് അയച്ചു. 2 ദിവസത്തിനകം മറുപടി നൽകാനാണ് നിർദ്ദേശം. ഹർജിയിൽ തിങ്കളാഴ്ച കോടതി വിശദമായ വാദം കേൾക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന മറുപടി ബംഗാൾ രാഷ്ട്രീയത്തിൽ നിർണായകമാകും എന്നതിൽ സംശയമില്ല. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാങ്ചി, വിപുൽ പഞ്ചോലി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കോടതിയിലെത്തിയ കേസ് വാദിക്കുന്നത് ഇതാദ്യമായാണ്. മമതാ ബാനർജി സുപ്രീം കോടതിയിലെത്തിയത് കണക്കിലെടുത്ത് വൻ സുരക്ഷാ വിന്യാസമാണ് ഒരുക്കിയിരുന്നത്. അഭിഭാഷകയായി ജീവിതം തുടങ്ങിയ മമത 4.5 പതിറ്റാണ്ടിന് ശേഷമാണ് കോടതിയിൽ വാദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. NSS SNDP ഐക്യത്തിനായുള്ള നീക്കം തുടരുമെന്ന SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയുടെ വാക്കുകളോട് പ്രതികരിക്കാനില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. സഖ്യത്തിനില്ലെന്ന നിലപാട് NSS ഇതിനകം വ്യക്തമാക്കിയതാണ്. ഇക്കാര്യത്തിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ NSS ഡയറക്ടർ ബോർഡ് യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. കൂടുതലായി ഒരു പ്രതികരണത്തിനും ഇപ്പോൾ ഇല്ലെന്നും സുകുമാരൻ നായർ അറിയിച്ചു. പ്രശാന്ത് ജോസഫ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, NSS SNDP ഐക്യം NSSനെ സംബന്ധിച്ചിടത്തോളം ഒരു അടഞ്ഞ അധ്യായം എന്നാണോ ഇപ്പോൾ സുകുമാരൻ നായർ വീണ്ടും ആവർത്തിക്കുന്നത്? മായ തീർച്ചയായും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തുഷാർ വെള്ളാപ്പള്ളി
NSS SNDP ഐക്യത്തിനായുള്ള നീക്കം ഇനിയും തുടരുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതൊരു അടഞ്ഞ അധ്യായമാണെന്ന് കരുതുന്നില്ല. NSS വാതിൽ അടച്ചിട്ടില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനിയും ഐക്യത്തിന് സാധ്യതയുണ്ട്. ജി സുകുമാരൻ നായരുമായി നേരിട്ട് സംസാരിച്ചിരുന്നു എന്നൊക്കെ SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു, മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വീണ്ടും നിലപാട് ആവർത്തിച്ച് രംഗത്തെത്തിയത്. ഞങ്ങൾക്ക് ഒരു വാക്കേ ഉള്ളൂ, ഐക്യം അവസാനിച്ചു കഴിഞ്ഞുവെന്നും അതിൽ ഇനി മാറ്റമില്ലെന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയായിരുന്നു. NSSന് എല്ലാ സാമുദായിക സംഘടനകളോടും രാഷ്ട്രീയ പാർട്ടികളോടും സൗഹൃദം മാത്രമാണ് ഉള്ളത്. ഈ പത്മ അവാർഡ് വെള്ളാപ്പള്ളി നടേശന് ലഭിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമുണ്ടെന്നുള്ള ഒരു സംശയം തന്നെയാണ് ഈ ഐക്യ നീക്കത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നതിനുള്ള കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഐക്യത്തിനായി NSS SNDPയുടെ അടുത്തേക്ക് പോയതല്ല, SNDP ഇങ്ങോട്ടാണ് അങ്ങനെ ഒരു ആവശ്യവുമായിട്ട് വന്നത്. ഏതായാലും ഇതൊരു അടഞ്ഞ അധ്യായമാണ്. ഈ വിഷയത്തിൽ ഇനിയൊരു ചർച്ചകൾക്കോ പുനർവിചിന്തനത്തിനോ ആവശ്യമില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുക തന്നെയായിരുന്നു. ഐക്യം ഒരു അടഞ്ഞ അധ്യായമെന്നാണ് അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം SNDP ഇപ്പോഴും ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും പ്രതീക്ഷ കാത്തു സൂക്ഷിക്കുന്നു എന്നായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമായത്. ഇപ്പോഴും സാധ്യതകളുണ്ട്. മറ്റ് സമുദായ സംഘടനകളും ഒക്കെയായി ഐക്യത്തിനായുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ. ഏതായാലും ഐക്യം എന്നുള്ള ഒരു ആവശ്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ലെന്നും അതിൽ രാഷ്ട്രീയ ലക്ഷ്യം SNDPക്ക് ഉണ്ടെന്ന് സംശയിക്കുന്നതായും ഇന്നും മാധ്യമങ്ങളെ കണ്ട സുകുമാരൻ നായർ ആവർത്തിച്ച് വ്യക്തമാക്കിയായിരുന്നു. ഏതായാലും ഐക്യം എന്നുള്ളത് ഇനി മുന്നോട്ടില്ല, അടഞ്ഞത് അധ്യായം എന്ന് തന്നെ ആവർത്തിക്കുകയാണ് ജി സുകുമാരൻ നായർ. മായ. ശരി, പ്രശാന്ത് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വാഭാവിക ജാമ്യം കിട്ടിയതുകൊണ്ട് പ്രതികൾ രക്ഷപ്പെടില്ലെന്ന് ഹൈക്കോടതി. അതിസങ്കീർണമായ കേസാണെന്നും പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നതിൽ ആശങ്കയില്ലെന്നും കോടതി വ്യക്തമാക്കി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് കോടതിയുടെ നിരീക്ഷണം. കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറണമെന്ന ആവശ്യവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ 4 പേരാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ഈ ഹർജികളിലാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നിരീക്ഷണം നടത്തിയത്. കേസിലെ പ്രതികൾ ആരും രക്ഷപ്പെട്ടില്ലെന്നും അതിനുള്ള മേൽനോട്ടം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെന്നും ഹൈക്കോടതി അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ED വീണ്ടും ചോദ്യം ചെയ്യും. മുരാരി ബാബുവിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ക്രമക്കേടുകൾ ഉണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. 2019 മുതൽ 25 വരെയുള്ള കാലയളവിൽ മുരാരി ബാബുവിന്റെ സ്വത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ടെന്നും ED കണ്ടെത്തി. മുരാരി ബാബുവിന്റെ മൊഴി പരിശോധിച്ച ശേഷം വീണ്ടും വിളിപ്പിക്കാനാണ് EDയുടെ നീക്കം. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളകൾ നടന്നതിന് ശേഷമുള്ള കാലയളവിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ സ്വത്തിൽ ഉണ്ടായ വർധനമാണ് സംശയം ജനിപ്പിക്കുന്നത്. 2019 മുതൽ 2025 വരെയുള്ള കാലയളവിലെ മുരാരി ബാബുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണ്. 2021 മുരാരി ബാബു നിർമ്മിച്ച പുതിയ വീടിന്റെ ചിലവും ED പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ 9 മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് ED മുരാരി ബാബുവിനെ വിട്ടയച്ചത്. മൊഴികൾ പരിശോധിച്ച ശേഷം മുരാരി ബാബുവിനെ വീണ്ടും വിളിപ്പിക്കും. മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളെന്നാക്കി റിപ്പോർട്ട് നൽകിയതും മുരാരി ബാബുവായിരുന്നു. അതേസമയം കേസിൽ മറ്റുള്ളവരെയും ED ഉടൻ ചോദ്യം ചെയ്യും. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിനോട് അടുത്ത ദിവസം ഹാജരാകാൻ ED നിർദ്ദേശം നൽകിയിട്ടുണ്ട്. SIT കേസിൽ പ്രതികളായതിൽ നിലവിൽ അറസ്റ്റിലല്ലാത്തവർ, ജാമ്യത്തിലുള്ളവർ, പ്രധാന സാക്ഷികൾ എന്നിവർക്കാണ് സമൻസ് ലഭിച്ചിട്ടുള്ളത്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലും ED അന്വേഷണത്തിൽ നിർണായകമാണ്. റിമാൻഡിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജിയിൽ വിധി നാളെ. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് വാദം പൂർത്തിയായി. കട്ടിളപ്പാളി കേസിലെ ജാമ്യ ഹർജിയിലാണ് വാദം പൂർത്തിയാക്കി വിധി പറയാൻ നാളത്തേക്ക് മാറ്റിയത്. ജാമ്യം ലഭിച്ചാൽ പോറ്റി ജയിൽ മോചിതനാകും. ദ്വാരപാലക കേസിൽ പോറ്റിക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന 4ാമത്തെ പ്രതിയാകും ഉണ്ണികൃഷ്ണൻ പോറ്റി. നേരത്തെ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബു, S. ശ്രീകുമാർ എന്നിവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. അതേസമയം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടി നീട്ടി. തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജു കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യത്തിനായി ഹർജി സമർപ്പിച്ചു. ബൈജുവിന്റെ ജാമ്യ ഹർജി ഈ മാസം 11 കോടതി പരിഗണിക്കും. ശബരിമല വിഷയത്തിൽ തുടർച്ചയായ 2ാം ദിവസവും നിയമസഭ പ്രക്ഷുബ്ധം. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ വന്നു. പ്രതിപക്ഷ നേതാവിന്റെ സമനില തെറ്റിയെന്നും ഇരട്ടത്താപ്പിന്റെ നേതാവെന്നും മന്ത്രിമാരായ P. രാജീവും MP രാജേഷും വിമർശിച്ചു. സമരത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ലെന്നും മന്ത്രിമാർ കടന്നാക്രമിക്കുന്നത് ഭയം കൊണ്ടാണെന്നും പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു.
ശബരിമല വിഷയത്തിൽ സഭ പ്രക്ഷുബ്ധമാക്കി ബഹിഷ്കരിക്കുക എന്ന നിലപാടാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം മുതൽ സ്വീകരിക്കുന്നത്. ചോദ്യോത്തരവേള തുടങ്ങിയപ്പോൾ തന്നെ പ്രതിഷേധം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം സഭയിലുണ്ടായ സംഭവ വികാസങ്ങളും മുഖ്യമന്ത്രിയുടെ പ്രതികരണവും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിച്ചത്. പ്രതിപക്ഷ അംഗങ്ങൾ വാച്ച് ആൻഡ് വാർഡിനെ വടികൊണ്ടടിച്ചു എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ ചൊല്ലിയായിരുന്നു വാക്പോരിന് തുടക്കം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വാസ്തവ വിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തി. ഞങ്ങൾ വാച്ച് ആൻഡ് വാർഡിനെ വടികൊണ്ട് അടിച്ചു എന്നുള്ള തെറ്റായൊരു പ്രസ്താവന നടത്തി. അദ്ദേഹം അത് പിൻവലിക്കണം. അങ്ങ് ഒരിക്കൽ കൂടി ചെയർ റിക്വസ്റ്റ് ചെയ്യുന്നത് ഹൗസ് ഡിസ്ട്രപ്റ്റ് ചെയ്യരുത്. ഡിബേറ്റിന്റെ വേദിയാണ് ഹൗസ്, അതിനുള്ള വേദി ഒരുക്കണം എന്നാണ് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ വിമർശിച്ച് മന്ത്രിമാരായ എം പി രാജേഷും പി രാജീവും രംഗത്ത് വന്നു. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരുകൾ പരാമർശിച്ച് ആരോപണ പ്രത്യാരോപണങ്ങൾ. പിന്നെ കണ്ടത് രൂക്ഷമായ വാക്പോര്. പാപ്പരത്വം കൊണ്ടാണ് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉയർത്താൻ ശ്രമിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇന്നലെ ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ചോ സോണിയാഗാന്ധിയെ കുറിച്ചോ പറഞ്ഞതിൽ ഏത് വാക്കാണ് അധിക്ഷേപകരം എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയണം. ജനതാല്പര്യമല്ല, ഞാൻ എന്നൊറ്റ വികാരത്തിനകത്ത് അടിപ്പെട്ട് കിടന്ന് നിരവധി അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറുമ്പോ എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാൻ. നേതാക്കന്മാർ തമ്മിൽ വാക്പോര് തുടരുമ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്ലക്കാർഡുകളുമായി മുദ്രാവാക്യം വിളിച്ചു. ചോദ്യം നമ്പർ 121 എൽദോസ് പി കുന്നപ്പള്ളിയിൽ നോട്ട് ഇൻ ദ സെറ്റ്. ചോദ്യം നമ്പർ 122 ശ്രീ ടി പി രാമകൃഷ്ണൻ നിലപ്പെടുത്തിയ പ്രകാരം ശ്രീമതി കെ ശാന്തകുമാരി, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. തുടർന്ന് സഭ പൂർണ്ണമായും ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. അതേസമയം സ്പീക്കറുടെ ചേംബറിനകത്തേക്ക് അതിക്രമിച്ച് കയറിയതുൾപ്പെടെ കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിപക്ഷ നടപടികളെ അപലപിച്ച് നിയമസഭ പ്രമേയം പാസാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു എന്ന് ആരോപിച്ച് നിയമസഭ പ്രമേയം പാസാക്കി. എയിംസിലും വിഴിഞ്ഞം തുറമുഖത്തിലും അതിവേഗ റെയിലിലും ഉൾപ്പെടെ കേന്ദ്രം കേരളത്തോട് കാട്ടിയത് പ്രതികാര നടപടിയെന്ന് പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി വിമർശിച്ചു. സഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിയതിനാൽ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തെ ഭരണപക്ഷം വിമർശിച്ചു. ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിശദീകരണം. കേരളത്തെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ടുള്ള ബജറ്റാണ് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും വിമർശനം ശക്തമാക്കുന്നതിനിടെയാണ് ഇക്കാര്യത്തിൽ നിയമസഭാ പ്രമേയം പാസാക്കിയത്. കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളെ കേന്ദ്രം കാലങ്ങളായി തഴയുകയാണെന്നും എയിംസ് സ്ഥാപിക്കുന്നതിനായി സ്ഥലം കണ്ടെത്തി നൽകിയിട്ടും കേന്ദ്ര സർക്കാർ മൗനം തുടരുകയാണെന്നും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളം മുന്നോട്ട് വച്ചിട്ടുള്ള ന്യായയുക്തമായ ആവശ്യങ്ങൾ പലതിനും യാതൊരു പരിഗണനയും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്നത് കേരള സമൂഹത്തെ ഒന്നാകെ നിരാശപ്പെടുത്തുന്നതാണ്. അതിനപ്പുറം രാജ്യത്തിൻ്റെ അന്തസ്സിനെ ലോക സമൂഹ മധ്യത്തിൽ ഇടിച്ചു താഴ്ത്തുന്നതുമാണ്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തികവും വികസനപരവുമായ നില ഭദ്രമാകുമ്പോൾ മാത്രമേ രാജ്യത്തിന് തലയുയർത്തി നിൽക്കാനാകൂ എന്നും എന്നാൽ കേന്ദ്രം ജനാധിപത്യ മൂല്യങ്ങളെ പോലും വിസ്മരിക്കുകയാണെന്നും പ്രമേയത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രമേയം സഭ ഐക്യകണ്ഠേന പാസാക്കി. അതേസമയം സഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിയതിനാൽ പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. കേന്ദ്രത്തിനെതിരായ പ്രമേയം നിയമസഭ പാസാക്കുമ്പോൾ ഭേദഗതി ചൂണ്ടിക്കാട്ടാൻ പ്രതിപക്ഷം ഇല്ലാതിരുന്നതിനെ ഭരണപക്ഷം വിമർശിച്ചു. പ്രതിപക്ഷം ഈ പ്രമേയത്തെ കൂടെ നിൽക്കാതെ ബഹിഷ്കരിച്ചിട്ട് പ്രതിപക്ഷത്തിന്റെ തൊടുന്യായത്തിനെ പിന്തുണയ്ക്കുക എന്നത് രാജാവിനേക്കാൾ തൊടുന്യായമാണ്. നോക്കൂ, കേന്ദ്ര സർക്കാർ പ്രമേയം സർക്കുലേറ്റ് ചെയ്ത പ്രമേയമല്ലേ. എന്നാൽ പ്രമേയം പാസാക്കുന്ന വിവരം തങ്ങളെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിശദീകരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മന്ത്രി ഗണേഷ് കുമാറിനെ തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വകാര്യ ബസ്സുകൾ ഓടുന്ന റൂട്ടുകളിൽ KSRTC ഒഴിവാക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി. അത് സർക്കാർ നയമല്ല, അനാരോഗ്യകരമായ മത്സരം വേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി ഇടപെട്ടതോടെ നിലപാട് തിരുത്തി മന്ത്രി KB ഗണേഷ് കുമാർ. KSRTC ബസ്സുകൾ പിൻവലിക്കാൻ കഴിയില്ല, മത്സര ഓട്ടത്തിന് ഇല്ല എന്ന് മാത്രമെന്നും മന്ത്രി പറഞ്ഞു. ഈ KSRTC ബസ് ഓടാതിരിക്കുക അതൊരു നയമായിട്ട് പറയുന്ന പോലെ തോന്നി. അങ്ങനെ വന്നാൽ അത് വലിയ പ്രയാസങ്ങളുണ്ടാക്കും. അൺഹെൽത്തി കോമ്പറ്റീഷൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണ്, അത് ഒഴിവാക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ സാധാരണഗതിയിൽ ഇന്ന് കേരളത്തിൽ ധാരാളം പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന റൂട്ടിലും KSRTC ബസ്സുകൾ ഓടുന്നുണ്ട്. അവിടെ നിന്നെല്ലാം KSRTC ബസ്സുകൾ പിൻവലിക്കുക എന്നൊരു നയം നമ്മുടെ ഗവൺമെന്റിന് സ്വീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല.
അത് ആ തരത്തിലേക്ക് പോയാൽ അത് വിഷമായി മാറുന്നതുകൊണ്ടാണ് അത് വ്യക്തമാക്കുന്നത്. പ്രൈവറ്റ് ബസ്സുമായി അൺഹെൽത്തി കോമ്പറ്റീഷൻ അല്ല. പ്രൈവറ്റ് ബസ് ഓടുന്ന എല്ലാ സ്ഥലത്തും മാറുന്ന പ്രശ്നമേ ഇല്ല. ഈ പ്രൈവറ്റ് ബസ് ഓടുന്ന സ്ഥലത്തെല്ലാം നമ്മൾ വണ്ടി ഓടുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് തീരെ വണ്ടിയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ വണ്ടികൾ ഓടിച്ചപ്പോൾ കളക്ഷൻ കിട്ടി. ഇവരുമായി മത്സരിച്ച് ലോക്കൽ ബസ്സുകളൊക്കെ ഇങ്ങനെ മത്സരിക്കാൻ, ആ മത്സരത്തിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാതെ വന്നുകൊണ്ടാണ്. കാരണം അതിനകത്ത് എല്ലാ സ്ഥലത്തും മാറിക്കൊടുക്കുമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ എല്ലാ സ്ഥലത്തും മാറിക്കൊടുക്കത്തില്ല. കാരണം പ്രൈവറ്റ് ബസ്സിന്റെ കുത്തകകൾ തകർത്തുകൊണ്ടാണ് KSRTC മുന്നേറുന്നത്. നമ്മൾ ബാംഗ്ലൂർ ബസ്സൊക്കെ പോകുന്ന ബസ്സുകളിൽ പ്രൈവറ്റ് ബസ്സിന് കിട്ടുന്നതിനേക്കാളും വലിയ കളക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആ കോമ്പറ്റീഷനിൽ മുന്നിലുണ്ട്, നല്ല വണ്ടി വാങ്ങിച്ചതിന്റെ മുന്നിലുണ്ട്. ദീർഘദൂര സർവീസുകൾ മുഴുവൻ നമ്മുടെ കയ്യിലാണ്. ഈ ലോക്കൽ ബസ്സുകളിലാണ് പലപ്പോഴും പുതിയ വണ്ടി വാങ്ങിച്ചപ്പോൾ ചെറിയ ബസ്സുകൾ വാങ്ങിച്ചാൽ നമുക്ക് ഉൾപ്രദേശങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ, ട്രൈബൽ ഏരിയകളിലൊക്കെ നമുക്ക് ഓടിക്കാൻ കഴിയുന്നുണ്ട്. ഒരു കാരണവശാലും പ്രൈവറ്റ് ബസ്സിന്റെ അടുത്ത് മാറിക്കൊടുക്കും എന്ന് പ്രതീക്ഷിക്കേണ്ട. കേരളത്തിന്റെ സമ്പത്ത് കേന്ദ്രം കൊള്ളയടിക്കുന്നു എന്ന ആക്ഷേപം മുഖ്യമന്ത്രി പിൻവലിക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. രാജ്യത്തിന്റെ ധാതു സമ്പത്ത് കേന്ദ്രത്തിന് അവകാശപ്പെട്ടതാണ്. കേന്ദ്ര നിയമം കേരളത്തിനും ബാധകമാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഈ മേഖലയാണെങ്കിലും ഇതുപോലെയുള്ള കേന്ദ്ര മേജർ മിനറൽസ് ആണെങ്കിലും തോന്നിയ ആളുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെ സ്വാധീനിച്ചുകൊണ്ട് ടെൻഡറുകൾ എടുക്കാം എന്നുള്ള ഒരു മാനദണ്ഡവുമില്ലാതെ ഈ ഗവൺമെൻറ്റിൻ്റെ മുതൽ കൈക്കലാക്കാം എന്നുള്ള തീരുമാനമായിരുന്നു UPA ഗവൺമെൻറ്റിനുണ്ടായിരുന്നത്. അന്ന് നമ്മുടെ കടലോരം ഇതുപോലെ പല സ്വകാര്യ വ്യക്തികളും കൈയടക്കി വച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് 2014 ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിനെ രാജ്യത്തിൻ്റെ വിഭവമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയും നിയമം മൂലം മേജർ മിനറൽസിനെയും മൈനർ മിനറൽസിനെയും വേർതിരിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ അതത് മുഖ്യമന്ത്രിമാർക്കും അതത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പിൻവലിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. BJP സർക്കാർ ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. യൂനം ഖേംചന്ദ് മുഖ്യമന്ത്രിയാകും. കുക്കി വിഭാഗത്തിൽ നിന്നുള്ള വനിതാ നേതാവ് നെംച കിപ്ചൻ ഉപമുഖ്യമന്ത്രിയായേക്കുമെന്നാണ് സൂചനകൾ. ഡൽഹിയിൽ ഇന്നലെ ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗമാണ് ഖേംചന്ദിനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്. വംശീയ കലാപത്തെ തുടർന്ന് 2025 ഫെബ്രുവരിയിൽ N. ബിരേൻ സിംഗ് രാജിവെച്ചതോടെയാണ് സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായത്. അമേരിക്കയുടെ കപ്പൽ വ്യൂഹ വിവരം പുറത്തുവിട്ട് ഇറാൻ മാധ്യമങ്ങൾ. അമേരിക്കൻ പടക്കപ്പലായ എബ്രഹാം ലിങ്കണൊപ്പം 3 പടക്കപ്പലുകൾ കൂടാതെ 12 കപ്പലുകൾ കൂടി വ്യൂഹത്തിലുണ്ടെന്ന വിവരമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. നിലവിൽ കപ്പൽ വ്യൂഹം ഇറാന്റെ ചബഹർ തുറമുഖത്തിന് 1400 കിലോമീറ്റർ ദൂരെയാണ്. ഈ വിവരങ്ങളാണ് ഇറാൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കയുമായി ചർച്ചകൾ നടക്കാനിരിക്കെ അമേരിക്കൻ യുദ്ധ നീക്കങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് ചർച്ചകളിൽ ഒരു മേധാവിത്വം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇറാന്റേത്. കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക അറബിക്കടലിൽ ഇറാന്റെ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടത്. എബ്രഹാം ലിങ്കണിൽ നിന്ന് പറന്നുയർന്ന F-35C സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് ഡ്രോൺ വെടിവെച്ചത്. വിമാനവാഹിനി കപ്പലിന്റെയും അതിലെ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയ്ക്കായി സ്വയം പ്രതിരോധം എന്ന നിലയിലാണ് നടപടിയെന്നാണ് അമേരിക്ക വിശദമാക്കുന്നത്. എന്നാൽ തൊട്ടു പിന്നാലെ 2 ഡ്രോണുകൾ കൂടി വിക്ഷേപിച്ചതായി ഇറാൻ അവകാശപ്പെട്ടിരുന്നു. ഇതിന്റെയെല്ലാം വിവരങ്ങൾ തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇറാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അമേരിക്ക നേരത്തെ നടത്തിയ സൈനിക നീക്കങ്ങളടക്കം എല്ലാം തങ്ങളുടെ നിരീക്ഷണ പരിധിയിലുണ്ട് എന്ന് ലോകത്തെയും അമേരിക്കയും അറിയിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ വെളിപ്പെടുത്തൽ. ഇറാനിൽ ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് അമേരിക്ക കടലാക്രമണത്തിനുള്ള പടപ്പുറപ്പാട് നടത്തിയത്. അത്ര പെട്ടെന്നുള്ള വിജയം അമേരിക്കയ്ക്ക് ഇറാനുമേൽ നേടാനാകില്ല എന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിരുന്നു. മാസങ്ങൾ നീണ്ട അസ്വാരസ്യങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ശേഷം ഒരു ചർച്ചയ്ക്ക് തയ്യാറെന്ന കഴിഞ്ഞ ദിവസമാണ് ഇറാൻ അറിയിച്ചത്. ചർച്ചയുടെ തീയതിയും സ്ഥലവും സംബന്ധിച്ച് ഇനിയും ധാരണയാകേണ്ടതുണ്ട്. ഒമാനോ തുർക്കിയോ ആകും ചർച്ചയ്ക്ക് വേദിയാകുക എന്നാണ് സൂചന. എന്തായാലും ഇറാന്റെ നീക്കം വരാനിരിക്കുന്ന സമാധാന ചർച്ചകൾക്ക് ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായി. ജനറേറ്റർ റൂമിലാണ് തീ കത്തിയത്. പുക തൊട്ടടുത്ത വാർഡുകളിലേക്ക് പടരുകയായിരുന്നു. വാർഡുകളിൽ പുക നിറഞ്ഞത് പരിഭ്രാന്തി പരത്തി. ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടലിൽ വലിയ ദുരന്തമൊഴിവായി. പിന്നീട് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം.
ചരിത്രപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ വില വർദ്ധിപ്പിച്ച ദേവസ്വം ബോർഡ് നടപടിയിൽ ഭക്തരുടെ പ്രതിഷേധം ശക്തമാകുന്നു. ലിറ്ററിന് 160 നിന്ന് 240 രൂപയാണ് വർദ്ധിപ്പിച്ചത്. നിലവിൽ 160 ആയിരുന്ന പായസത്തിന്റെ വില 80 രൂപ വർദ്ധിപ്പിച്ചാണ് 240 രൂപയാക്കിയത്. നേരത്തെ 100 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇത് 80 രൂപയായി കുറയ്ക്കുകയായിരുന്നു. 9 വർഷത്തിന് ശേഷമാണ് പായസത്തിന്റെ വില കൂട്ടുന്നത്. അരി, പഞ്ചസാര, പാൽ അടക്കമുള്ളവയുടെ വിലയിലുണ്ടായ വർധന കണക്കാക്കിയാണ് വില കൂട്ടുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. ദേവസ്വം ബോർഡ് ഓംബുഡ്സ്മാനെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് നേടുകയും ചെയ്തതിനെ തുടർന്നാണ് ചൊവ്വാഴ്ച പുതുക്കിയ വില നിലവിൽ വന്നത്. എന്നാൽ വില വർദ്ധിപ്പിച്ചെങ്കിലും പായസത്തിന്റെ ഗുണമേന്മയിൽ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഭക്തരുടെ ആക്ഷേപം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ 160 രൂപ നിന്ന് 180 വർദ്ധിപ്പിച്ചിട്ട് ആ പായസം കൊടുത്ത ക്വാളിറ്റിയിലല്ല, തികച്ചും ക്വാളിറ്റിയില്ലാതെ വളരെ ക്വാളിറ്റി കുറഞ്ഞ രീതിയിലുള്ള പായസമാണ് ഇപ്പോൾ വിതരണം കൗണ്ടറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടെയ്നറിന്റെ വിലയടക്കമാണ് 240 രൂപ ഈടാക്കുന്നത്. പാൽപ്പായസത്തിന് ക്ഷേത്രത്തിലെത്തി നേരിട്ട് രസീത് കൈപ്പറ്റണം. നിത്യേന ഉച്ചപൂജയ്ക്കാണ് പാൽപ്പായസം നേരിച്ച ശേഷം ഭക്തർക്ക് വിതരണം ചെയ്യുന്നത്. നേരത്തെ മുൻകൂട്ടി ബുക്കിംഗ് ആയിരുന്നു. ഇപ്പോൾ ആ രീതി മാറ്റി അതത് ദിവസം രാവിലെ 10 മണി മുതൽ രസീത് വാങ്ങാനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമനുസരിച്ച് നിത്യേന 250 മുതൽ 300 വരെ ലിറ്റർ പാൽപ്പായസമാണ് ഉണ്ടാക്കുന്നത്. പായസത്തിന്റെ വില വർദ്ധിപ്പിച്ചതിന് പുറമെ വഴിപാടുകളുടെ തുകയും 15 മുതൽ 30% വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ. പക്ഷിപ്പനി ഭീതി വിട്ടൊഴിയാതെ ആലപ്പുഴ. കോഴി, താറാവ്, കാട എന്നിവയിൽ പുതുതായി രോഗം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും കാക്കകളിൽ രോഗവ്യാപനം തുടരുന്നതാണ് പുതിയ ആശങ്ക. തഴക്കരയിൽ കാക്ക ചത്തത് പക്ഷിപ്പനി മൂലമാണെന്ന് തിങ്കളാഴ്ച സ്ഥിരീകരിച്ചതോടെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന വീണ്ടും തുടരുകയാണ്. ദേശാടന പക്ഷികളുടെ വിഭാഗത്തിലാണ് കാക്ക എന്നതിനാൽ പ്രദേശത്തെ വളർത്തുപക്ഷികളെ കൊല്ലേണ്ട സാഹചര്യമില്ല എന്നതാണ് നിലവിലുള്ള ഏക ആശ്വാസം. പക്ഷിപ്പനിയെക്കുറിച്ച് പഠിക്കാൻ ചൊവ്വാഴ്ച ജില്ലയിലെത്തിയ കേന്ദ്ര സംഘം പക്ഷിപ്പനി ബാധിത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. വിവിധ മേഖലകളിൽ നിന്ന് 40 സാമ്പിളുകൾ ശേഖരിച്ചു. പക്ഷിപ്പനിക്ക് കാരണമായ H5N1 വൈറസിന്റെ ഉറവിടം കണ്ടെത്തുകയാണ് ലക്ഷ്യം. തണ്ണീർത്തടങ്ങളിലെത്തുന്ന ദേശാടന പക്ഷികൾ, താറാവ് വിപണി, കോഴി ഫാമുകൾ, നെൽവയലുകൾ എന്നിവിടങ്ങളിൽ നിന്ന് സാമ്പിളുകളടക്കം ശേഖരിച്ചു. മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുള്ള മാരകമായ H5N1 വൈറസ് എങ്ങനെയാണ് എത്തിയതെന്നായിരിക്കും പ്രധാനമായും പരിശോധിക്കുക. പക്ഷിപ്പനി സ്ഥിരീകരിച്ച കോട്ടയം ജില്ലയിലും പരിശോധന നടത്തും. 3 ഘട്ടങ്ങളിലായി 16ഇടത്താണ് ജില്ലയിൽ ഇതുവരെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. 1ാം ഘട്ടത്തിൽ 28,000-ലേറെയും 2ാം ഘട്ടത്തിൽ 13,000-ന് മുകളിലും വളർത്തുപക്ഷികളെയാണ് പ്രതിരോധത്തിന്റെ ഭാഗമായി കൊന്നത്. മുഹമ്മ, കോടംതുരുത്ത് എന്നിവിടങ്ങളിലാണ് കാക്കകളിൽ നേരത്തെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. തഴക്കരയിലേതുകൂടിയാകുമ്പോൾ കാക്കകളിലെ രോഗബാധ 3ഇടത്തായി. സാധാരണ പക്ഷിപ്പനി പിടിവിട്ട് പക്ഷികൾ ചത്താൽ പ്രഭവ കേന്ദ്രത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ കൊല്ലാറുണ്ട്. എന്നാൽ കാക്കയ്ക്ക് പിടിപെട്ടതിനാൽ വളർത്തുപക്ഷികളെ കൊല്ലാതെ മറ്റ് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് അധികൃതർ. ഇതിനായി പ്രത്യേകം സുരക്ഷാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ. കൊല്ലത്ത് ചുരിദാർ ധരിച്ചെത്തിയ പ്രധാന അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ലെന്ന് പരാതി. കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് അധ്യാപികയെ തടഞ്ഞത്. ഗേറ്റ് കീപ്പർ പ്രധാന അധ്യാപിക ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പിന്നീട് പോലീസ് എത്തിയാണ് അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചത്. എന്ത് വസ്ത്രമിട്ടും വരാമെന്നും തടയാൻ പറഞ്ഞിട്ടില്ലെന്നും സ്കൂൾ മാനേജറും വിശദീകരിച്ചു. മഹാമാഘ മഹോത്സവത്തിനായി ലക്ഷങ്ങൾ തിരുനാവായയിലെ ത്രിമൂർത്തി സംഗമസ്ഥാനത്തെത്തിയെങ്കിലും അവിടെ മാലിന്യത്തിന്റെ ശേഷിപ്പുകളൊന്നും അവശേഷിക്കുന്നില്ല. ഉത്സവത്തിന് കൊടിയിറങ്ങി മണിക്കൂറുകൾ കൊണ്ട് തന്നെ അമൃത യുവധർമ്മധാര പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സന്നദ്ധ സേവകർ നിളാതീരം വൃത്തിയാക്കി. 18 ദിവസം നീണ്ട മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി ജനലക്ഷങ്ങളാണ് നിളാതീരത്തേക്ക് ഒഴുകിയെത്തിയത്. ഇത്രയധികം ആളുകളെത്തുമ്പോൾ പുഴ എത്രമാത്രം മലിനമാകുമെന്ന ആശങ്കയായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ ഉത്സവത്തിന് കൊടിയിറങ്ങി മണിക്കൂറുകൾക്കകം തന്നെ ത്രിമൂർത്തി സംഗമസ്ഥാനം ശുചീകരിച്ചു. തവനൂർക്കരയിൽ അമൃത യുവധർമ്മധാര പ്രവർത്തകരും സേവാഭാരതി പ്രവർത്തകരും ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഭക്തരുമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അമലഭാരതം പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ശുചീകരണ യജ്ഞം നടന്നത്. ഇവിടെ മാലിന്യമുക്ത തവനൂര എന്നുള്ളൊരു പദ്ധതിയുമായിട്ട് നമ്മുടെ അയുധ്യൻ്റെ മക്കളും ഇവിടുത്തെ സേവാ മക്കളും എല്ലാവരും കൂടി ചേർന്ന് കുപ്പികളും മറ്റുള്ള സാധനങ്ങളെല്ലാം വേർതിരിച്ച് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ എല്ലാം കളക്ട് ചെയ്തു. രാത്രി തന്നെ ഇതിൻ്റെ സേവന പ്രവർത്തനങ്ങൾ പരിപാടി അവസാനിച്ചതോടുകൂടി തന്നെ എല്ലാവരും ഉന്മേഷത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി തന്നെ അമലഭാരതം അമ്മ മുന്നോട്ട് വെച്ച ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇവിടെ ക്ലീനിങ് ആരംഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മൊത്തം ക്ലീൻ ചെയ്തിട്ട് അമ്മ തന്നെ
പോവാറുള്ളൂ. അപ്പോൾ അത് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഞങ്ങൾ ഓരോ പ്രോഗ്രാമിനും അമലഭാരതം എന്ന പ്രോഗ്രാം ചെയ്യുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. തിരുവനന്തപുരം നഗരത്തിലെ 23 ഇടറോഡുകളിൽ ഇലക്ട്രിക് ബസ് സർവീസുകൾ നടത്തുമെന്ന് മേയർ വി രാജേഷ്. കൗൺസിലർമാർ നിർദ്ദേശിച്ചത് 29 റൂട്ടുകളാണെന്നും മറ്റു റൂട്ടുകൾ ലാഭകരമല്ലെന്നും വി രാജേഷ് പറഞ്ഞു. ശനിയാഴ്ച മുതൽ ബസ് സർവീസുകൾ ആരംഭിക്കും. തിരുവനന്തപുരം നഗരത്തിലുടനീളം 29 റൂട്ടുകളിലാണ് ഇലക്ട്രിക് ബസ് സർവീസിനായി കൗൺസിലർമാർ നിർദ്ദേശിച്ചത്. ഇതിൽ 23 റൂട്ടുകളിലേക്ക് ശനിയാഴ്ച മുതൽ ബസ് സർവീസ് ആരംഭിക്കും. ശനിയാഴ്ച കൊടുങ്ങാനൂർ വാർഡിൽ ആദ്യ ബസ് ഓടിത്തുടങ്ങും. 23 എണ്ണത്തിൽ 2 ബസ്സുകൾ ഡീസൽ ബസ്സുകളാണെന്നും നേരത്തെ സർവീസ് നടത്തി പിന്നീട് നിന്നുപോയ ബസ്സുകളും ഒപ്പം പുതിയ ബസ്സുകളും ഉൾപ്പെടുത്തിയായിരിക്കും സർവീസ് നടത്തുക എന്നും മേയർ വി രാജേഷ് പറഞ്ഞു. കൗൺസിലർമാർ തന്ന റിപ്പോർട്ട് അനുസരിച്ച് 29 സ്ഥലങ്ങളിലാണ് ആദ്യഘട്ടം ഇടറോഡുകളിൽ ചെറിയ ബസ്സിൻ്റെ ആവശ്യമുള്ളതായി കണ്ടത്. അത് KSRTC മുമ്പാകെ സമർപ്പിക്കുകയും ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ടൊക്കെ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അടിയന്തരമായി 23 റൂട്ടുകളിൽ ബസ് അടുത്ത ദിവസങ്ങളിൽ മുതൽ ഓടിത്തുടങ്ങും. അപ്പോൾ അതിനുള്ള ധാരണയായിട്ടുണ്ട്. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി KSRTCക്ക് നൽകിയ ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ ഓടിയാൽ മതിയെന്ന് നേരത്തെ കോർപ്പറേഷൻ നിലപാടെടുത്തിരുന്നു. ഇത് വലിയ വിവാദത്തിനും വഴിവെച്ചിരുന്നു. നിലവിൽ KSRTCയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് 23 ഇടറോഡുകളിലേക്ക് സർവീസ് നടത്താൻ തീരുമാനമായത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സിംബാബ്വേയിലെ ഹരാരയിൽ നടക്കുന്ന അണ്ടർ-19 ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യക്ക് 311 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഫൈസലിന്റെയും ഉസൈറുള്ളയുടെയും സെഞ്ചുറി കരുത്തിലാണ് അഫ്ഗാൻ മികച്ച സ്കോറിലെത്തിയത്. 4 വിക്കറ്റ് നഷ്ടത്തിലാണ് 310 റൺസ് എടുത്തത്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യക്ക് മികച്ച തുടക്കമാണുണ്ടായത്. വൈഭവ് അർദ്ധ സെഞ്ചുറി നേടി പുറത്തായി. 2020 ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സൗത്ത് ആഫ്രിക്കയെ നേരിടും. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ 7 മണി മുതലാണ് മത്സരം. കഴിഞ്ഞ പതിപ്പിലെ ഫൈനലിസ്റ്റുകളാണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും. ന്യൂസിലാൻഡിനെതിരെ 4-1 വിജയം നേടിയാണ് ഇന്ത്യ ലോകകപ്പിനെത്തുന്നത്. ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെതിരെ 3 മത്സരങ്ങളുടെ പരമ്പര സ്വന്തമാക്കിയാണ് ടൂർണമെന്റിൽ എത്തുന്നത്. വനിതാ പ്രീമിയർ ലീഗിൽ നാളെ കിരീട പോരാട്ടമാണ്. ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. എലിമിനേറ്റർ മത്സരത്തിൽ ഗുജറാത്ത് ജയന്റ്സിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഡൽഹി ഫൈനൽ ഉറപ്പിച്ചത്. വനിതാ പ്രീമിയർ ലീഗിൽ തുടർച്ചയായ 4ാം തവണയാണ് ഡൽഹി ഫൈനൽ യോഗ്യത നേടുന്നത്. വഡോദരയിൽ നാളെ വൈകിട്ട് 7:30 മുതലാണ് മത്സരം.